രാത്രി ഉറക്കെ ഇടിമുഴങ്ങുന്നത് കേട്ടാണ് ജാനകി എഴുന്നേറ്റത്. അരികിൽ ഭർത്താവ് സുരേഷ് സുഖമായി ഉറങ്ങുകയാണ്. സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 3 മണി കഴിഞ്ഞിരിക്കുന്നു. സ്വിച്ചിട്ട് നോക്കിയപ്പോൾ കറണ്ട് ഇല്ലാത്തതിനാൽ ജാനകി എഴുന്നേറ്റ് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് പ്ലഗ് ഊരിയിട്ട് അവൾ ഹാളിലേക്ക് വന്നതും പോയ കറണ്ട് വന്നു. എങ്കിലും ഇടിയുള്ളതുകൊണ്ട് ടിവിയുടെ പ്ലഗ് ഊരി വെച്ചിട്ട് തിരികെ റൂമിലേക്ക് പോകുമ്പോൾ അവൾ വെറുതെ ഒന്ന് മകൻ കിടക്കുന്ന റൂമിന്റെ നേർക്ക് നോക്കി. വാതിലിന് താഴെയുള്ള വിടവിൽ കൂടി രാത്രി വൈകിയ വേളയിലും വെളിച്ചം കാണുന്നത് കണ്ടപ്പോൾ ജാനകി അമ്പരന്നു. സുരേഷിന്റെയും ജാനകിയുടെയും ഏക മകനാണ് സച്ചിൻ എന്ന സച്ചു. ബിടെക് 4ാം വർഷമാണ് അവൻ പഠിക്കുന്നത്. ഈ ചെക്കൻ ഇതുവരെ ഉറങ്ങിയില്ലേ? പിറുപിറുത്തുകൊണ്ട് അവൾ അവന്റെ മുറിക്ക് നേരെ ചുവടുകൾ വെച്ചു. ഡോർ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചപ്പോൾ വാതിലകത്തു നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുറ്റും നല്ല നിശബ്ദത ആയിരുന്നതിനാൽ അവന്റെ മുറിയിൽ നിന്നും അടക്കി പിടിച്ച ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് ജാനകി കേട്ടു. തൻ്റെ മകന്റെ റൂമിൽ നിന്നും ഒരു പെണ്ണിന്റെ അടക്കി പിടിച്ചുള്ള ശബ്ദം കേട്ടതും ജാനകി ഞെട്ടിപ്പോയി. തൻ്റെ മകന്റെ മുറിക്കുള്ളിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് ജാനകിക്ക് ഉറപ്പായി. പുറത്തു പെയ്യുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് അവർ മുൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വീടിനെ ചുറ്റി വലം വെച്ച് മകൻ കിടക്കുന്ന ബെഡ്റൂമിന് അരികിൽ ജാനകി വന്നു നിന്നു. മകന്റെ ബെഡ്റൂമിന്റെ ജനാല തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് തുറന്നിരിക്കുന്നത് അവൾ കണ്ടു. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ജാനകി ജനലിന്റെ പാളി വലിച്ചു തുറന്നു. അകത്ത് 21 വയസ്സുള്ള തന്റെ മകൻ സച്ചിൻ പൂർണ്ണ നഗ്നിയായ ഒരു പെണ്ണിന്റെ മുകളിലേക്ക് പടർന്നു കയറുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. പക്ഷേ അതേതാ പെണ്ണെന്ന് മാത്രം അറിയില്ല. അവളുടെ മുഖം പാതി കർട്ടൻ കൊണ്ട് മറഞ്ഞിരുന്നു. ശരീരം കണ്ടാൽ 10-30 വയസ്സുള്ള ഒരു പെണ്ണാണെന്ന് മനസ്സിലാകും. സച്ചി, നിന്റെ അമ്മയെങ്ങാനും ഉണർന്നു വരുമോ? ആ പെണ്ണ് സച്ചിയോട് ചോദിക്കുന്നത് അവർ കേട്ടു. പരിചിതമായ ആ സ്വരം കേട്ടതും ജാനകി ഞെട്ടി. ചേച്ചി എന്തിനാ പേടിക്കുന്നത് ചേച്ചി? ഇത് നമ്മൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. എത്ര ദിവസമായി ഞാൻ അങ്ങോട്ടും ചേച്ചി ഇങ്ങോട്ടും. എപ്പോഴെങ്കിലും അമ്മ ഉണർന്നു വന്ന് കണ്ടിട്ടുണ്ടോ? ഇനി അഥവാ അമ്മ ഉണർന്നു വന്നാൽ തന്നെ ചേച്ചി എൻ്റെ റൂമിലുണ്ടെന്ന് അമ്മ ഒരിക്കലും അറിയില്ല. ഞാനേ റൂമിൻ്റെ വാതിലൊക്കെ അടച്ചുപൂട്ടി നേരത്തെ തന്നെ സേഫ്റ്റി എടുത്തിട്ടുണ്ട്. സച്ചി ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. റൂമിൻ്റെ വാതിലടച്ചു പൂട്ടാൻ ശ്രദ്ധിച്ചപ്പോൾ നീ ജനാല അടയ്ക്കാൻ മറന്നുപോയല്ലോ മോനെ. ജാനകി ആത്മകഥം ചെയ്തു. എന്നാലും എൻ്റെ ചെക്ക, നിന്നെ ഞാൻ എൻ്റെ അനിയനെ പോലെയാണ് കണ്ടിരുന്നത്. നീ എന്നെ പുറകെ നടന്ന് വളച്ചെടുത്ത് നിന്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്നല്ലോ. നിന്റെ ഈ സൗന്ദര്യത്തിന് മനസ്സ് വെച്ചാൽ കിളി പോലത്തെ പെൺപിള്ളേരെ നിന്റെ പുറകെ വരില്ലേ? പിന്നെ നീ എന്തിനാടാ ഒരു ഭാര്യയായ എൻ്റെ പിന്നാലെ വന്നത്? ചേച്ചിയുടെ ഈ ശരീരം എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ചേച്ചി. ചേച്ചി ആദ്യമായി കണ്ടപ്പോൾ മുതൽ എനിക്ക് ചേച്ചി ഒന്ന് അനുഭവിക്കണമെന്ന് കൊതി തോന്നി. പക്ഷെ ആദ്യമായി ചേച്ചി അറിഞ്ഞപ്പോൾ, ഈ വെളുത്തു തുടുത്ത തടിച്ചു കൊഴുത്ത ശരീരം കണ്ടപ്പോൾ ചേച്ചിയെ എത്ര അനുഭവിച്ചിട്ടും എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. അത്രയ്ക്കും ഞാൻ ചേച്ചിയിൽ അഡിക്റ്റായിപ്പോയി ചേച്ചി. ചേച്ചി അല്ലെങ്കിലും നല്ലൊരു ആളല്ലേ? ചേച്ചിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ ചേച്ചിയുടെ ഭർത്താവിന് നേരമില്ലല്ലോ. അതൊക്കെ കണ്ടപ്പോൾ ഒരു പുരുഷനെ ചേച്ചി ശരിക്കും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യവും എനിക്ക് എൻ്റെ കാര്യവും നടക്കും. നമ്മൾ നല്ല കോമ്പിനേഷൻ അല്ലേ ചേച്ചി? പ്രായ കൂടുതലൊക്കെ സെക്സിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ചേച്ചിയെയും ചേച്ചിക്ക് എന്നെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടല്ലോ. നമ്മളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അത് പറഞ്ഞുകൊണ്ട് സച്ചിൻ അവളുടെ മാറിടങ്ങളെ ഞെരിച്ചുകൊണ്ട് മുഖമാകെ ചുംബിക്കാൻ തുടങ്ങി. 21 വയസ്സുള്ള ഇത്തിരിയില്ലാത്ത ആ ചെക്കൻ്റെ കൈക്കരുത്തിന് മുന്നിൽ 30 വയസ്സുകാരി തളർന്നുപോയി. അവൻ അവളെ വികാരങ്ങളുടെ കൊടുമുടിയിലെത്തിച്ചു. എടാ ചെക്ക, ഒന്ന് പതുക്കെ ചെയ്യടാ. നിനക്ക് വല്ലാതെ ആവേശം കൂടുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്റ്റെല്ല അവൻ്റെ മുടിയിൽ പിച്ചി വലിച്ചുകൊണ്ട് വികാരം അടക്കാനാവാതെ അപശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചേച്ചി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാടാ. നീ ഒന്ന് സ്പീഡ് കുറയ്ക്ക്. സച്ചിയെ തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് സ്റ്റെല്ല കുറുകലോടെ പറഞ്ഞു. മകൻ്റെയും അയൽപ്പക്കത്തെ വീട്ടിലെ പെണ്ണിൻ്റെയും സംസാരവും കിടക്ക പങ്കിടലും കണ്ട് അറപ്പോടെ ജാനകി മുഖം വെട്ടിച്ചു. തൻ്റെ മകൻ ഇത്രയ്ക്ക് അധം പതിച്ചു പോയെന്നറിഞ്ഞതും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷം മുമ്പാണ് അവരുടെ അയൽപ്പക്കത്തെ വീട്ടിൽ സ്റ്റെല്ല കല്യാണം കഴിഞ്ഞു വന്നത്. തൻ്റെ മകന് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് അവളെ വളച്ചെടുത്ത് സ്വന്തം ബെഡ്റൂം വരെ കൊണ്ടുവന്നത്. തുടങ്ങിയിട്ട് കുറേ നാളായി എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞതും. മകൻ്റെ വൃത്തികേടുകൾ കണ്ട് മനസ്സ് തകർന്ന ജാനകി ശബ്ദം പുറത്തു വരാതെ ഏങ്ങിക്കരഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ വിവരം തൻ്റെ ഭർത്താവിനെ അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി. ജാനകി പെട്ടെന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
ഉറങ്ങിക്കിടക്കുന്ന സുരേഷിനെ വിളിച്ചുണർത്തി. സുരേഷേട്ടാ, നമ്മുടെ മോൻ, അവൻ. നിനക്ക് എന്താ ജാനകി, വട്ടായോ? പാതിരാത്രി വിളിച്ചുണർത്തി പിച്ചും പേയും പറയുന്നു. സുരേഷ് ഉറക്കം മുറിഞ്ഞ ദേഷ്യം ഭാര്യയോട് കാണിച്ചു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. നമ്മുടെ മോൻ, അവൻ്റെ റൂമിലൊരു പെണ്ണിനെ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. നീ എന്താ ജാനകി ഇപ്പോൾ പറഞ്ഞത്? സുരേഷ് ഞെട്ടലോടെ കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ മോൻ സച്ചു അപ്പുറത്തെ വീട്ടിലെ തോമസിൻ്റെ ഭാര്യ സ്റ്റെല്ലയെ അവൻ്റെ റൂമിൽ വിളിച്ചുകൊണ്ട് കയറ്റിയിട്ടുണ്ട്. നിങ്ങളിങ്ങോട്ട് വാ, ഞാൻ കൈയോടെ കാണിച്ചു തരാം. ഭാര്യയിൽ നിന്നും മകൻ്റെ ലീലാവിലാസങ്ങൾ കേട്ട് അയാൾ ഞെട്ടിപ്പോയി. സുരേഷ് പെട്ടെന്ന് എഴുന്നേറ്റ് മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് ജാനകിക്ക് പിന്നാലെ നടന്നു. ചാരിക്കിടന്ന് ജനൽപ്പാളി തുറന്ന് സച്ചിനും സ്റ്റെല്ലയും നൂൽ ബന്ധമില്ലാതെ കട്ടിലിൽ കിടന്ന് കുത്തിമറിയുന്നത് ജാനകി ഭർത്താവിന് കാണിച്ചു കൊടുത്തു. കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ജാനകി, നമ്മുടെ മോൻ ഇത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നു. നമ്മളിനി എന്താ ചെയ്യുക? ഈ പ്രശ്നത്തിന് എങ്ങനെയാ ഒരു പരിഹാരം? ഇതിപ്പോൾ നമുക്ക് പകരം അവളുടെ വീട്ടിൽ ആരെങ്കിലുമാണ് കണ്ടതെങ്കിലോ? സുരേഷിന് അതോർത്തപ്പോൾ തന്നെ ഞെട്ടൽ തോന്നി. സ്റ്റെല്ലയുടെ വീട്ടിൽ ആരെങ്കിലുമാണ് അവരെ കൈയോടെ പിടിച്ചിരുന്നതെങ്കിൽ തൻ്റെ മകനെ പിടിച്ചു കെട്ടി നാട്ടുകാർക്ക് മുന്നിൽ ഇട്ടുകൊടുത്തേനെ എന്ന് അവർ ഭീതിയോടെ ഓർത്തു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം സുരേഷേട്ടാ, നിങ്ങൾ കൂടെ നിന്നാൽ മതി. പതിവ് പോലെ തങ്ങളുടെ രാത്രി വീഴ്ച കഴിഞ്ഞ് വെളുപ്പിന് 4 മണിയോടെ സച്ചിയും സ്റ്റെല്ലയും അവളുടെ വീട്ടിലേക്ക് പോകാനായി ശബ്ദമുണ്ടാക്കാതെ സച്ചിൻ്റെ റൂം തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവരെയും കാത്ത് സുരേഷും ജാനകിയും റൂമിന് പുറത്തുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും കണ്ട് ഇരുവരും ഞെട്ടി. ഈ പരിപാടി നേരത്തെ തുടങ്ങിയതാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ മകൻ ഇത്രയും വൃത്തികെട്ടവനായെന്ന് അറിഞ്ഞതിൽ സങ്കടമുണ്ട്. നിന്നോടെനിക്കൊന്നും പറയാനില്ല. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇനി മേലിൽ എൻ്റെ മോൻ്റെ കൂടെ നിന്നെ കണ്ടാൽ ഇവിടെ നടന്നതൊക്കെ ബോംബെയിലുള്ള നിന്റെ ഭർത്താവിനെ വിളിച്ച് പറയും ഞാൻ. ഇതോടെ നിർത്തിക്കോ രണ്ടും ഇവിടെ. ജാനകിയുടെ ദേഷ്യത്തോടെയും അറപ്പോടെയുമുള്ള വാക്കുകൾ കേട്ടതും സ്റ്റെല്ല ഒന്നും മിണ്ടാതെ നാണക്കേടോടെ വേഗം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ഇറങ്ങിപ്പോയതും ജാനകി പാഞ്ഞെന്ന് മകനെ കരണത്ത് ഒരൊറ്റ അടിയടിച്ചു. നാണം കെട്ടവനെ, ഇതോടെ നിർത്തിക്കോ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് ഞങ്ങളങ്ങ് മറക്കും. ഇനി നീ നിന്റെ അവസാന വർഷ സെമസ്റ്റർ ഓഫീസ് പാർട്ട് ടൈം ജോലിക്ക് പോയി ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചു. ഇനി നിനക്ക് ഞങ്ങൾ ചെലവിന് തരില്ല. ഒറ്റയ്ക്ക് സമ്പാദിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാവും നിനക്ക് കാശിൻ്റെ വിലയും ബന്ധങ്ങളുടെ വിലയും. ഒരു കുറവും വരാതെ എല്ലാം മുന്നിൽ കൊണ്ടുതന്ന് നിന്നെ വളർത്തിയപ്പോൾ ഇങ്ങനെ വഷളായി പോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല മോനെ. ഇനിയെങ്കിലും നന്നായാൽ നിനക്ക് കൊള്ളാം. മകനെ പൊതിരെ തല്ലിക്കൊണ്ട് ജാനകി പറഞ്ഞു. ജാനകി പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല, സുരേഷ് പറഞ്ഞു. അച്ഛനെയും അമ്മയെയും അഭിമുഖീകരിക്കാൻ കഴിയാനാവാതെ സച്ചി കുറ്റബോധത്തോടെ മുഖം കുനിച്ചു നിന്നു. മകനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് അവർ മുറിയിലേക്ക് പോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.